ഇന്നത്തെ പല ബന്ധങ്ങൾക്കും നീർക്കുമിളയുടെ ആയുസ് പോലും ഇല്ല എന്ന് കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധമെടുത്താലും ശരി, അതിന് വിള്ളലുകൾ വീഴുന്നതിന് വലിയ കാലതാമസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ സൗഹൃദങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ചതിയും വഞ്ചനയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചിലർ നമ്മുടെ ബന്ധങ്ങളിൽ ചതിക്കുഴികൾ സൃഷ്ടിക്കുകയാണ്. നല്ല ശമരിയക്കാരനെ ഭാവിച്ച് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഇത്തരക്കാർ നമ്മുടെ വിശ്വാസമൊക്കെ പിടിച്ചു പറ്റും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വകാര്യതകളിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് അവർ പതിയെ പതിയെ കടന്നു കയറുന്നത് നമുക്ക് പോലും മനസ്സിലാവുകയില്ല. ഒരാളും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ നമ്മളെ വഞ്ചിക്കുകയും ചതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ബന്ധങ്ങൾക്ക് ആയുർദൈർഘ്യം കുറവായിരിക്കും എന്നേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് ഉറച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ളത്. നിങ്ങൾ നല്ല ഉറച്ച ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ, കൂട്ടുകൂടുമ്പോൾ, നമ്മൾ ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ചങ്ങാതിമാരെ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് മറ്റൊരാൾ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഉറപ്പേറിയ ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ടത്. മറിച്ച് അവരെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്ന ആത്മവിശ്വാസം അവർക്ക് നൽകുകയേ വേണ്ടുള്ളൂ. അതാണ് നല്ല ബന്ധങ്ങൾക്കുള്ള, ഉറച്ച ബന്ധങ്ങൾക്കുള്ള ഒരു മാർഗദർശനം. ആ രീതി മുന്നോട്ട് പോവുക. ആ ആത്മവിശ്വാസം അവർക്ക് കൊടുത്താൽ, പരസ്പരം കൊടുക്കണം, ഒരാൾക്ക് മാത്രമല്ല, പരസ്പരം ആത്മവിശ്വാസം കൊടുത്താൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കില്ല, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യത്തില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്ക് നൽകിയാൽ ഈ ബന്ധങ്ങൾ നമുക്ക് എന്നും സുദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഓർക്കുക.